എന്താണ് മുഖത്തൊരു വിഷമം? നേരത്തെ അവൻ നാട്ടിൽ നിന്ന് അവൻ വിളിച്ചില്ലായിരുന്നോ? അവൻ അത്യാവശ്യമായിട്ട് 3 ലക്ഷം രൂപ ഇട്ട് കൊടുക്കാവുന്നു. അതെന്താ ഇത്ര അത്യാവശ്യം? വല്ല ഹോസ്പിറ്റൽ കേസ് വല്ലാണോ? ഹോസ്പിറ്റൽ കേസൊന്നുമില്ല, എൻ്റെ പഴയ വണ്ടി മാറ്റിയിട്ടേ പുതിയൊരു വണ്ടി എടുക്കാൻ. അതിന് അവൻ്റെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, പിന്നെ ഇനിയിപ്പോൾ അവൻ മാറാൻ പോകുന്നേ? എൻ്റെ ചേട്ടാ എന്നെ പറഞ്ഞേ? ഞാൻ തരാമെന്ന് പറഞ്ഞു. മരത്തേക്കാരൻ്റെ ഒരു താമസം മറച്ചിട്ട് നാളെ അയച്ചു കൊടുക്കാം. മരത്തെ കയറുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു 20 പൗണ്ടും കൂടെ വേണം കേട്ടോ. നാളെ ഒന്ന് മുടി വെട്ടാൻ പോകാനാ. 20 പൗണ്ടോ? മുടി വെട്ടാനോ? ഈ മീൻ വെട്ടുന്ന കത്രിയും എടുത്തത് ഞാൻ വെട്ടിത്തരാം. മീൻ വെട്ടുന്ന കത്രി എടുത്തിട്ട് തന്നെ അങ്ങ് വെട്ടിയാൽ മതി കേട്ടോ. എൻ്റെ 20 പൗണ്ടൊന്നും ഇല്ല കേട്ടോ. വേണ്ട, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്തോളാം. നോക്കിയിരുന്നാൽ മതി, ഞാൻ ചേട്ടായുടെ പേഴ്സ് നിന്ന് ചൂട്ടും. ഇനി ഞാൻ കട വരെ ഒന്ന് പോയിട്ട് തരാം കേട്ടോ. ഇച്ചിരി പരിപാടിയുണ്ട്. നീ പൈസ എടുത്തോടി. പൈസയോ? ഞാനോ? ഞാനൊന്നും എടുത്തിട്ടില്ല. എടി നീ നോണ പറയരുത്. നിന്റെ കണ്ണ് കണ്ടറിയാം നീ എടുത്തിട്ടുണ്ടോ. അയ്യോ, എനിക്ക് തലവേദന എടുക്കുന്നേ. ഓ ചേട്ടാ, എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തലവേദന എടുക്കുമ്പോൾ ആരോടും സംസാരിക്കരുതെന്ന്. ചേട്ടാ, നമുക്ക് പിന്നെ സംസാരിക്കാം ചേട്ടായി. പണ്ട് സീരിയൽ കണ്ടായിരുന്നു പെണ്ണുങ്ങൾ അഭിനയം പഠിച്ചോണ്ടിരുന്നത്. ഇപ്പം ന്യൂസ് കണ്ട് രാഷ്ട്രീയക്കാരുടെ അഭിനയം കണ്ടിട്ട് അങ്ങ് അഭിനയിച്ചങ്ങ് തകർക്കുക.